2 മാസത്തോളമായി അടച്ചിട്ടിരുന്ന 900 കണ്ടി വിനോദസഞ്ചാര കേന്ദ്രം വീണ്ടും തുറന്നതിന്റെ ആശ്വാസത്തിലാണ് 250ഓളം ടാക്സി ഡ്രൈവർമാരും അവരുടെ കുടുംബങ്ങളും. വിനോദസഞ്ചാരികളെയും കൊണ്ട് ജീപ്പുകൾ 900 കണ്ടിയിലേക്ക് ഓടിത്തുടങ്ങി. കനത്ത മഴയെ തുടർന്ന് ജൂലൈ 27-ന് വിനോദസഞ്ചാര കേന്ദ്രം അടച്ചുപൂട്ടുകയായിരുന്നു. 250ഓളം ടാക്സി ഡ്രൈവർമാരാണ് 900 കണ്ടി കേന്ദ്രീകരിച്ച് ഓടുന്നത്. 900 കണ്ടി അടച്ചുപൂട്ടി 3 ദിവസം കൂടി പിന്നിട്ടപ്പോഴാണ് മഹാദുരന്തമുണ്ടായത്. അതോടെ ഇവിടേക്ക് സഞ്ചാരികൾക്ക് ജില്ലാ ഭരണകൂടം പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നതോടെ പ്രതീക്ഷയിലാണ് ടാക്സി ഡ്രൈവർമാർ അടക്കമുള്ള ജീവനക്കാർ. ടൂറിസ്റ്റ് കേന്ദ്രം പൂട്ടിയതോടെ ഗ്ലാസ് ബ്രിഡ്ജ്, റിസോർട്ട് ജീവനക്കാർ, ചെറുകിട വ്യാപാരികൾ തുടങ്ങിയവർ പ്രതിസന്ധിയിലായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് 900 കണ്ടി മാത്രമല്ല വയനാട് ജില്ലയിലെ ടൂറിസം മേഖല പാടെ തകരുകയും ചെയ്തു. ദിവസവും 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കുറുവ ദ്വീപ് ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. എത്രയും പെട്ടെന്ന് വിനോദസഞ്ചാര മേഖലകൾ മുഴുവൻ തുറന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്.